ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LN ഇന്ന് നമ്മൾ പാർട്ട് 2 റിവിഷൻ ആണ് ചെയ്യുന്നത്. കോർഡിനേറ്റ്സ്, അതായത് സൂചക സംഖ്യകൾ. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ OAP ഈസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. OA equals 6 units. Write the coordinates of A. Find the perpendicular distance from P to x-axis. Write the coordinates of P. അതായത് ചിത്രത്തിൽ ത്രികോണം OAP ഒരു സമഭുജ ത്രികോണമാണ്. OAയുടെ നീളം 6 യൂണിറ്റ്. എന്നാൽ എയുടെ സൂചക സംഖ്യകൾ എഴുതുക. പിയിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള ലംബ ദൂരം എത്ര? പിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഈച്ച് ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഓരോന്നും 60 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. ഓക്കെ, 60 60 60. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. എന്താ ഇവിടം തൊട്ട് മുകളിൽ നിന്ന് ഈ പിയിൽ നിന്ന് OAയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് ബൈസെക്സ് ദ കോഡ്. OAയുടെ നീളം തന്നിട്ടുണ്ട് 6 എന്ന്. അപ്പം മൊത്തത്തിൽ ഇത് 3 3 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒറിജിൻ, അതിൻ്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ 0 0. അങ്ങനെയാണെങ്കിൽ എയുടെ സൂചക സംഖ്യ എന്തായിരിക്കും? കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 6 0. അതായത് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് y കോർഡിനേറ്റ് ഈസ് 0. അപ്പം OA 6 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് എക്സ് 6 0. ഇനി എന്താണ്? അപ്പോൾ ഒന്നാമത്തെ ആൻസറായി എയുടെ ആൻസർ 6 0. ഇനി ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം P ടു എക്സ് ആക്സിസ്. പിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ഇവിടം വരെയുള്ള അകലം. ഇനി വേണമെങ്കിൽ നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. CPയുടെ നീളം കണ്ടുപിടിക്കട്ടെ. ഇപ്പൊ നോക്കിക്കേ, ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പി നിന്ന് സി വരെയുള്ള അകലം എന്തായിരിക്കും? 3√3 ആയിരിക്കും. 60യുടെ ഓപ്പോസിറ്റ്. 30 60 90 ട്രയാങ്കിൾ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് എന്താണ്? ഇവിടെ 30 ആവത്തില്ലേ? 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 3. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക 6. ഇവിടെ എത്രയാ? 3 × √3 3√3. അപ്പൊ അങ്ങനെ CP ഈക്വൽസ് 3√3 എന്ന് കിട്ടും. അതായത് ഡിസ്റ്റൻസ് ഫ്രം P ടു എക്സ് ആക്സിസ്. അപ്പൊ ബിയുടെ ആൻസർ ആണ് 3√3. ഓക്കെ, ഇനി കോർഡിനേറ്റ്സ് ഓഫ് പി. പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതാ ഈ കോർഡിനേറ്റ്. അപ്പം നമുക്ക് ഈ ലെങ്ത് കിട്ടി, ഈ നീളം കിട്ടി. അപ്പം എന്താണ് നമ്മുടെ കോർഡിനേറ്റ്സ്? എന്താണ് ഈ ഡിസ്റ്റൻസ്? എത്ര? ഇവിടം തൊട്ട് ഇവിടം വരെ അതാണ് 3√3. ഈ ഡിസ്റ്റൻസ് എത്ര? 3. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് 3√3. 3യുടെ മുകളിൽ നിന്ന് എന്താണ് വൈയുടെ നേരെ. അപ്പം കോർഡിനേറ്റ്സ് ഓഫ് 3√3. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ചോദ്യത്തിനും നമുക്ക് 3 വന്നാൽ 3√3, 4 വന്നാൽ 4√3. അതായത് മൊത്തം നീളത്തിന്റെ പകുതിയാണ് എടുക്കുക. 6 വന്നുകൊണ്ട് അതിന്റെ പകുതി 3 എടുത്തത്. അപ്പൊ 8 വന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതി എത്ര? 4 4√3. 10 വന്നു കഴിഞ്ഞാലോ അതിന്റെ പകുതി 5 ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും ഈക്വലാറ്റർ ട്രയാങ്കിൾ വരുന്ന ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ സർക്കിൾ വിത്ത് ദ സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് 10 യൂണിറ്റ്സ്. Find the coordinates of the points where the circle cuts the x and y axis. Check whether P68 is a point on this circle. Write the equation of the circle. അതായത് ഒറിജിനിൽ കൂടി കടന്നു പോകുന്ന 10 യൂണിറ്റ് ആരമുള്ള ഒരു വൃത്തം പരിഗണിക്കുക. ഈ വൃത്തം എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും ഖണ്ഡിക്കുന്ന ബിന്ദുക്കളേവ. P68 എന്ന ബിന്ദു വൃത്തത്തിലാണോ? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. നമുക്ക് ചിത്രം വരച്ച് ഇത് ചെയ്യാം. വൃത്തം കേന്ദ്രം 0 0, ആരം 10. ഇവിടെ O. അപ്പം ആദ്യത്തെ ചോദ്യം എന്താണ്? വൃത്തത്തിലെ
എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾ അതാ 4 ബിന്ദുക്കളാണ്. ഇതാണ്ടേ, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ ഇവിടെ 0 0 ആണെങ്കിൽ 10 യൂണിറ്റ് ആകല. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 10 0. ഇതിന്റെ എതിർവശത്ത് എന്തായിരിക്കും? -10 0. എക്സ് അക്ഷത്തില് y 0 ആയിരിക്കും. അതാണ് ഇവിടെ നോക്കിക്കേ, y അക്ഷത്തില് എക്സ് 0 ആയിരിക്കും അല്ലേ? 0 10. ഇവിടെ എന്താ വരും? 0 -10. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി. ഏതൊക്കെയാ 4 ബിന്ദുക്കൾ? ഏതൊക്കെയാ? 10 0, -10 0, 0 10, 0 -10. പിന്നെ അടുത്തത് P68. ഇത് വൃത്തത്തിലെ ബിന്ദു ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബിന്ദു ആണോ എന്ന് അറിയാൻ വേണ്ടി ഇത് ആരല്ലേ ഈ അകലം കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? 0 0 6 8 തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് റേഡിയസ് ആണ് വരുന്നതെങ്കിൽ 10 വരുന്നതെങ്കിൽ വൃത്തത്തിലാണ്, 10 കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്താണ്, 10 കുറവാണെങ്കിൽ വൃത്തത്തിന് അകത്താണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇവിടെ 0 0 ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ √100. √100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് അല്ലേ? 10 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? P68 വൃത്തത്തിലാണ്. അപ്പൊ 100-നെക്കാട്ടി കൂടുതൽ 101 102 ആണെങ്കിൽ പുറത്ത്, 100-നെക്കാട്ടി കുറവ് 99 98 ആണെങ്കിൽ വൃത്തത്തിന് അകത്ത്. 10 ആയതുകൊണ്ട് √100 ആയതുകൊണ്ട് അതായത് വൃത്തത്തില് തന്നെയാണ്. വൃത്തത്തിലുള്ളൊരു പോയിന്റ് ആണ് 6 8. ഇനി അടുത്തത് വൃത്തത്തിന്റെ സമവാക്യം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നമുക്ക് ഇത് ബിയുടെ ആൻസർ ആണ് കേട്ടോ. സി ഇക്വേഷൻ എന്താണ്? x - a the whole square plus y - b the whole square is equal to r square. ഇതാണ് വൃത്തത്തിന്റെ സമവാക്യം. നോട്ട് എഴുതാം. ഇവിടെ താഴെ എഴുതിയാൽ കാണുമോ? ഇവിടെ x - a the whole square plus y - b the whole square is equal to r square. എയും ബിയും 0 0 ആണ് അല്ലേ? 6 നമുക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് ഈക്വേഷൻ എങ്ങനെ മാറും? x square plus y square is equal to 10 square, that is 100. ഇങ്ങനെ സമവാക്യം മാറും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം വളരെ എളുപ്പമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, in the figure ABCD is a square. Its diagonals are parallel to the coordinate axis. AC equals 6 and the coordinate of A is 3 2. Write the coordinates of the vertices of C, B and D. 2020 ഫൈനൽ എക്സാമിനേഷൻ വന്ന ചോദ്യമാണ്. ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ വികരണങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. എയുടെ സൂചകസംഖ്യകൾ 3 2. കൂടാതെ AC equals 6, AC = 6 എങ്കിൽ C, B, D എന്നീ മൂലകളുടെ സൂചകസംഖ്യകൾ എഴുതുക. അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ നോക്കിക്കേ, A32 എന്ന് പറഞ്ഞാൽ AC 6 ആണ്. മൊത്തം നീളം 6 ആണ്. ഇതെന്താണ്? സ്ക്വയർ അല്ലേ? ബൈസെക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ എത്ര? 3, ഇവിടെ 3. അപ്പൊ ഈ കോർഡിനേറ്റ് നമുക്ക് എഴുതിക്കൂടെ? എന്താണ്? ദിസ് ഈസ് പാരലൽ ടു x ആക്സിസ്, y കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. അപ്പൊ 2 തന്നെ എഴുതാം. 3 + 6 അപ്പൊ എത്ര? 9. ഇവിടെ 3 ആണെങ്കിൽ എന്തോ ഇവിടെയും 3 ഇവിടെയും 3. അങ്ങനെ നമുക്ക് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് എഴുതിക്കൂടെ? എഴുതാം. എത്ര കിട്ടും? ഇവിടെ ആദ്യം ഡിയുടെ എഴുതാം. ഡിയുടെ എത്ര വരും? കോർഡിനേറ്റ്സ് ഓഫ് ഡി. നമുക്ക് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഇതിന്റെ കോർഡിനേറ്റ്സ്, ഈ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എത്രയാന്ന് നോക്കിക്കേ. 3 + 3 6 2 ആണ് വരുന്നത് അല്ലേ? 6 2. This line is parallel to the y-axis. Y-axis parallel അല്ലേ? അപ്പം x കോർഡിനേറ്റ് ഈക്വൽ 6. അപ്പോൾ 2ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 5 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? പാരലൽ ടു y-axis x കോർഡിനേറ്റ് ഈക്വൽ 6. ഇവിടെ നെഗറ്റീവ് ആണ്, താഴോട്ട് നെഗറ്റീവ് ആണ് അല്ലേ? അപ്പം 2 - 3
അപ്പോൾ എന്താ വരും -1. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? സിയുടെ എത്ര C9 B 6 - 1 D 6 5. അപ്പം എല്ലാ ആൻസറും കിട്ടിക്കഴിഞ്ഞ് 2020 ഫൈനൽ എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 4ാമത്തെ ചോദ്യം. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് 40. ഡ്രോ ആൻ ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് ദിസ് പോയിന്റ് ആസ് വൺ ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. 2019 മോഡലിന് വന്ന ചോദ്യമാണ്. 3 മാർക്ക്. അക്ഷരങ്ങൾ വരച്ച 4,0 എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദു ഒരു മൂലയായ സമപാർശ്വ മട്ടത്രികോണം വരയ്ക്കാം. നമുക്ക് ചിത്രം വരയ്ക്കാം ആദ്യം. അപ്പോൾ ആക്സിസ് വരച്ച് നമുക്ക് അടയാളപ്പെടുത്താം. x ഡാഷ് y ഡാഷ്. ഇതെന്തായിരിക്കും? കോർഡിനേറ്റ് 0 0 ആയിരിക്കും അല്ലേ? 4 0 എന്താണ്? ഇതിൻ്റെ അകത്ത് 4 0 എവിടെയായിരുന്നു? 4 യൂണിറ്റ് അകലെ. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം 4 0. ഡ്രോ ആൻ ഐസോസെലസ് റൈറ്റ് ആംഗിൾ. അപ്പൊ ഇവിടെ 90 ആയിരിക്കുമല്ലോ. ഇവിടെ അങ്ങോട്ട് നേരെ വരയ്ക്കുവാണെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ആയിരിക്കണം. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ 2 വശം തുല്യവുമായിരിക്കണം. 2 sides are equal and 1 angle 90 degree. അപ്പൊ ഇവിടെ 4 യൂണിറ്റ്. അപ്പൊ മുകളിലോട്ട് നമുക്കൊരു 4 യൂണിറ്റ് എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇതും 4 യൂണിറ്റ്. ഇപ്പൊ 90 ആണ്, ഐസോസെലസും ആണ്. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 4 4 ആയിരിക്കും അല്ലേ? x4 y 4. ഓക്കെ, ഈ ചിത്രം വരയ്ക്കുന്നതിന് 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 4 ചോദ്യം ചെയ്തു കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.